ഹലോ. സോ സമയം ഇപ്പം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി നേരത്തെ എണീക്കുന്നത്, അതായത് ഒരു 7 സംതിങ് 8 ആ ഒരു ടൈമിൽ എണീക്കുന്നതാണ്. ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം ലേറ്റായിട്ട് എണീറ്റു. താഴെ പോകുമ്പോൾ എപ്പോൾ എണീറ്റാലും ഞാനൊരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ കിടക്കും. അതെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു ശക്തി എനിക്ക് കിട്ടും, ആ ഒരു ഇതെനിക്ക് കിട്ടും കേട്ടോ. അപ്പം അതൊക്കെയാണ്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അങ്ങനെ എണീറ്റ് താഴെ വന്ന് മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വിഷ്ണുവിൻ്റെ ആണ് കേട്ടോ. പക്ഷേ ഇപ്പം വിഷ്ണു അവൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനാണ് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇതാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ്. ഇതിന് തൊട്ട് മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന ഫുഡ് ഇതാണ്. ആദ്യം കാണിച്ച ഫുഡ് തീരാറായി, ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കാരണം പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അക്വേറിയം ക്ലീൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മീനുകൾക്കൊക്കെ ആവശ്യമുള്ള 3 മരുന്നുകളാണ് ഇത്. അക്വേറിയം ക്ലീൻ ചെയ്യുന്നതൊക്കെ വിഷ്ണുവിൻ്റെ പരിപാടിയാണ്. അത് കാരണം ഞാനത് പൊട്ടിക്കാതെ അവിടെ വെച്ചിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒന്ന് ഉറങ്ങാൻ പോയ അപ്പൂപ്പനെ ഞാൻ പുറത്തിറക്കി ടിവിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തി. പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് കിടക്കുക. അപ്പം ദേ ഒരാളെ എത്തി നോക്കുന്ന കാണാം നിങ്ങൾക്കിപ്പം. വെറ്റിയാണ്. ഏത് സിനിമ കാണുന്നു കരുതി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഞാൻ ഇങ്ങനെ നോക്കുക. ഇതിൽ പകുതി കൂടുതൽ മൂവീസ് ഞാനും അപ്പൂവനും ഇപ്പം കണ്ടു തീർത്തിട്ടുണ്ട് കേട്ടോ. ഡെയിലി ഒരു 3-4 സിനിമയെങ്കിലും നിങ്ങൾ കാണും. എന്നിട്ട് അപ്പൂപ്പൻ കുറച്ച് ഈ കസേരയിൽ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ തട്ടി എണീപ്പിക്കും, വീണ്ടും അടുത്ത സിനിമ കാണും. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഇതിലും കുറവാണ് കേട്ടോ എൻ്റെ ശരിക്കുള്ള വെയിറ്റ്. കയ്യിൽ ഫോൺ ഇരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു വെയിറ്റ് കൂടുതൽ കാണിച്ചേ. പ്രിയപ്പെട്ട പൂർണ്ണിമയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ ആദ്യം ഇട്ടത്. നല്ല പടമായിരുന്നു. കർക്കിടക മാസം ആയതുകൊണ്ട് എനിക്ക് മാത്രമല്ല അപ്പൂപ്പനും സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. സോ ഞങ്ങൾക്ക് 2 പേർക്കും കയ്യിലൊക്കെ എണ്ണ തേക്കാനുണ്ട്. സോ ഞാൻ അപ്പൂപ്പന് ആദ്യം എണ്ണ തേച്ച് കൊടുക്കുകയാണ്. കയ്യിലും കാലിലൊക്കെ നല്ലോണം തേച്ച് മസാജ് ചെയ്യിപ്പിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ അപ്പൂപ്പനോട് പറയുക. അപ്പോൾ അവിടെ ഇവിടേക്ക് അപ്പൂപ്പന് സ്കിന്നിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, സെയിം എനിക്കും ഉണ്ട്. അപ്പം അവിടെ ഞാൻ തേച്ച് കൊടുത്തിട്ട് ബാക്കി കാലിലും മൊത്തം ഇങ്ങനെ തേച്ച്, കാലിലൊക്കെ കുറച്ച് നീരൊക്കെ ഉണ്ട്, കാരണം ഇപ്പം കുറച്ച് ഉരുത്തക്കേട് കൂടുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അക്വേറിയത്തിൻ്റെ തൊട്ടടുത്തുള്ള സോഫയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. സോ ഇങ്ങനെ മീനിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്നിട്ട് ഞാൻ ലൈറ്റ് ഓണാക്കി വെക്കും. ഇപ്പം നല്ല രസമാണ് കേട്ടോ കണ്ടിങ്ങനെ ഇരിക്കാൻ, ഭയങ്കര പീസ്ഫുള്ളാണ്. സോ അപ്പൂപ്പൻ്റെ മീനിൻ്റെയും കാര്യം കഴിഞ്ഞു. ഞാൻ നേരെ ആപ്പിൾ ചെത്താനായിട്ട് പോവുകയാണ് കേട്ടോ. ആപ്പിൾ കുറച്ച് ചീത്തയായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി ചീത്തയായിട്ടുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് നല്ല ഭാഗം കുറച്ചുണ്ടായിരുന്നു. സോ അതെല്ലാം കട്ട് ചെയ്തത് ഈ ഒരു ബൗളിലാക്കി വെച്ചു. എൻ്റെ ഈ ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ കഷായം വെറും വയറ്റിൽ പോയിട്ട് കുടിക്കണം. പുറത്ത് അടുക്കളയിലാണ് കഷായം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിഷ്ണു ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് ഭയങ്കര കയ്പ്പാണ് കേട്ടോ. കഷായം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ, ഭയങ്കര കയ്പ്പാണ്. എല്ലാ ദിവസവും ചൂടാക്കി വെക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ ചുറ്റും ഈ ഭയങ്കരമായിട്ടും ഇതായിട്ടിരിക്കുന്നത്, പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ കഷായം. കാണുന്ന പോലെയല്ല ഗൈസ്, നല്ല കയ്പ്പാണ് കേട്ടോ. പക്ഷേ ബോഡി ഡീടോക്സിഫിക്കേഷൻ ഇത് മസ്റ്റാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ പഥ്യവും ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ആദ്യം വെറും വയറ്റിൽ ഈ കഷായത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. 90 ml ആണ് കേട്ടോ കുടിക്കേണ്ടത്. അതാണ് ഈ ഔൺസ് ഗ്ലാസ് മേടിച്ചിട്ട് അതിനകത്ത് തന്നെ അങ്ങ് കുടിക്കുന്നത്. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ജ്യൂസൊന്നും അല്ലല്ലോ കുടിക്കുന്നത്, അങ്ങനെ നമ്മൾ ആസ്വദിച്ച് കുടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഔൺസ് ഗ്ലാസ്സിൽ തന്നെ ഞാൻ കുടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ മതി എന്ന രീതിയിൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ അകത്ത് എന്തിനാണ് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചതെന്ന്. പിന്നെ ആ ഔൺസ് ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് കഴുകി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ആപ്പിളിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഫ്രൂട്ടാണ് ആപ്പിൾ. പക്ഷേ ഈ ഒരു ഡയറ്റിൽ എനിക്ക് ആപ്പിൾ മാത്രമേ ഫ്രൂട്ട്സിൽ കഴിക്കാൻ പറ്റുള്ളൂ. മധുരമുള്ള ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ, അത് ഈ ഒരു ആപ്പിൾ മാത്രം. അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത്. ആൻഡ് ഇപ്പം കഴിച്ച് എനിക്കതൊരു ഇഷ്ടമായി മാറിയിരിക്കും. ഡെയിലി ഒരു ഫുൾ ആപ്പിൾ കഴിക്കും ഇപ്പം ഞാൻ. അപ്പൂപ്പൻ്റെയും എൻ്റെയും ഹെയർ വാഷ് ഡേ ആണ്. അപ്പൂപ്പൻ്റെ ഇതേ തലയിൽ അതുകൊണ്ട് എണ്ണ തേക്കാനായിട്ട് ഞാൻ കയ്യിലിട്ട് കൊടുത്തു. അപ്പൂപ്പനെ നല്ലോണം തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്, തേച്ച് പിടിപ്പിക്കുക. കഷായം കുടിച്ചതിന് ശേഷമേ ഞാൻ ബ്രഷ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 3rd ഡേയിൽ എന്തോ ആണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പം മുഖം ഒന്ന് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ടങ് ക്ലീനൊക്കെ ചെയ്ത് നല്ലോണം ഒന്ന് ബ്രഷും ചെയ്തതിന് ശേഷം സ്കിൻ കെയർ ചെയ്യും കേട്ടോ. സ്കിൻ കെയർ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോണർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. സോ രാവിലെ അത്ര തന്നെ എൻ്റെ സ്കിൻ കെയർ. തുണികൾ കുറച്ചധികം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി തുണി കഴുകലാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സെയിം പാറ്റേണിലുള്ള വേറൊരു നൈറ്റ് ഉണ്ട്. പലരും വിചാരിക്കായിരിക്കും ഞാൻ എപ്പോഴും സെയിം ഡ്രസ്സ് തന്നെ ഇടുന്നു, കഴുകത്തൊന്നുമില്ല, കുളിക്കത്തൊന്നുമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരേ പാറ്റേണിലുള്ള 2-3 ഡ്രസ്സൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. അതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട്
കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ കഴുകിയ തുണികൾ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. സോ അതെല്ലാം മടക്കി മേളിൽ കൊണ്ട് വയ്ക്കണം. സോ അതെല്ലാം എടുത്ത് ഞാൻ അവിടെ സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ടുവച്ചു. ഇനിയിപ്പം മേളിൽ പോകുന്ന ടൈമിൽ ഞാൻ എല്ലാം കൊണ്ടുവയ്ക്കും. ഒരു 9:30 അത്ര സമയമായിട്ടുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മേളിലേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാ തുണിയും കൊണ്ട് ചെന്നിട്ട് ഞാൻ മടക്കി ബെഡിൽ ഇങ്ങനെ നിരത്തി വെച്ചു. ഇനി ഓരോന്നും ഓരോ കബോർഡിൽ വെക്കണം. അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ ബോട്ടിലെടുത്ത് താഴെ പോയി വെള്ളം നിറച്ചിട്ട് പതുക്കെ കുറച്ച് കുറച്ച് സിപ്പ് ചെയ്ത് നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം വെള്ളമൊക്കെ സിപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് ഒരു മരുന്നുണ്ട്. മരുന്നല്ല, ഒരു ചൂർണം, ഒരു പൊടിയാണ്. അതെനിക്ക് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുഴച്ച് കഴിക്കണം. കഷായത്തിൻ്റെ അത്രയും കയ്പില്ലെങ്കിലും ഇതിനും കയ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ പച്ചിലേൻ്റെ ഒക്കെ മണമുണ്ട്. ഏതെങ്കിലും വെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്താൽ പോരാ, ചൂടുവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് ഐറ്റംസ് നമ്മൾക്ക് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ആ ഐറ്റംസ് അല്ലാണ്ട് പുറത്ത് ഒരു ഐറ്റംസും നമ്മൾ കഴിച്ചുകൂടാ. ഫുൾ 21 ഡേയ്സിലും ഞാൻ ഈ സെയിം ഡയറ്റ് ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസിൽ മധുരമുള്ള ഒരൊറ്റ ഐറ്റം ഉള്ളത്, അത് ആപ്പിൾ മാത്രമാണ്. നോർമൽ ഉപ്പ് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ. ഫ്രിഡ്ജിൽ വെച്ച ഒരൈറ്റവും കഴിക്കാൻ പറ്റില്ല. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാനും പറ്റുള്ളൂ. പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഡയറ്റ് നോക്കുന്നത് കേട്ടോ. ഡയറ്റ് മാത്രം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇത് ഈ കഷായവും മരുന്നും കൂടി വരുമ്പോഴാണ് അയ്യോ, പലപ്പോഴും ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. ഇങ്ങനെ ഓരോ മരുന്നെടുത്ത് കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പിളാണ് ഞാൻ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, ചെറിയ ചെറിയ പീസായിട്ട്. വെള്ളമൊക്കെ കുടിച്ച് നാക്കിലത്തെ ആ കയ്പ്പൊക്കെ മാറിയതിന് ശേഷം ഞാൻ പോയി ഒരു സ്ലൈസ് ആപ്പിൾ എടുത്തിട്ട് വന്നിട്ട് കഴിക്കുക. അത് കഴിക്കുമ്പോൾ എന്താ ഒരു ആശ്വാസം നിങ്ങൾക്കറിയോ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആപ്പിൾ വേണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അയ്യേ ഞാൻ ആപ്പിൾ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ആപ്പിൾ മാത്രമേ കഴിക്കൂ. അപ്പം എനക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴതേ വെറുതെ അല്ല, ഉറങ്ങി ആശാൻ. ആ ഉറക്കച്ചോവ മാറ്റാൻ അപ്പൂനെ ഒന്ന് നടത്തിക്കാൻ പുറത്തു കൊണ്ടുപോയി. ബെഡ് റെസ്റ്റ് മസ്റ്റാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ അപ്പൂപ്പനല്ലേ. ഞാനും കൂടി നടക്കാൻ അപ്പൂപ്പൻ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നോളും. ഇല്ലെങ്കിൽ അപ്പൂപ്പൻ മടി പിടിച്ചിരിക്കും. നമ്മുടെ ബെറ്റിയൊക്കെ ഉറക്കം എണീറ്റിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാനും അപ്പൂപ്പനും കൂടി ബെറ്റീനെ നോക്കി കുറച്ച് എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ നടന്നു. ഡെയിലി 2 കരിക്ക് ഞാൻ ഇപ്പോൾ കുടിക്കൂട്ടോ. അപ്പം രാവിലത്തെ കരിക്ക് ഞാൻ മറന്നുപോയി. അപ്പോൾ അതെടുത്ത് ചേച്ചിയുടെ കൊണ്ട് കൊടുത്ത് എനിക്കത് ചെത്തിത്തരാൻ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് തുണി കഴുകി കഴിഞ്ഞ കാര്യം മനസ്സിലാക്കിയത്. അടുക്കളയിൽ ചെന്നപ്പോഴാണ്. അങ്ങനെ പിന്നെ പുറത്ത് ഇതൊരു കളിയിൽ പോലെ സെറ്റപ്പാണ് കേട്ടോ. ഇത് വൃത്തിയൊന്നും നോക്കണ്ട. ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇവിടെയാണ് അശയൊക്കെ വിരിച്ചിട്ടുള്ളത്. പുറത്ത് ഫുൾ മഴയല്ലേ, അതുകൊണ്ട് ഇതിനകത്താണ് തുണിയൊക്കെ വിരിച്ചിടുന്നത്. സോ തുണികളൊക്കെ ഞാൻ വിരിച്ചിടുകയാണ്. വിഷ്ണു ഇവിടെ ഇല്ലെങ്കിലും വിഷ്ണുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാനിങ്ങ് കൊണ്ടുവരാൻ പറയും. ഞാനാണ് കഴുകുന്നത് കേട്ടോ. എന്തോ എനിക്കതൊരു ശീലമായിപ്പോയി. വേറെ പണിയൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല. വേറെ ഒന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ പാത്രം കഴുകൽ, തുണി കഴുകൽ, കഴുകി വിരിക്കുക, മടക്കി വയ്ക്കുക, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പണികൾ. അപ്പോഴത്തേക്ക് ആരോ ഓട്ടോയിൽ മീനും കൊണ്ട് വന്നു. അപ്പം ഞങ്ങളും പുറത്ത് നിൽക്കുന്നതിനെ കൊണ്ട് ഞാൻ അതിങ്ങ് മേടിച്ചു. മീനാണെന്ന് മനസ്സിലായി. കാരണം ബെറ്റി മണത്ത് പുറകേ വരുന്നുണ്ടായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും കുളിക്കാൻ ഇഷ്ടമല്ലാത്ത 2 പേരെ എനിക്കറിയാവുന്നത്. ഒന്ന് എൻ്റെ അപ്പൂപ്പനും, ഒന്ന് ബെറ്റി. കുളിക്കാൻ ഇഷ്ടമല്ലെന്നല്ല, മടി, അതാണ് പ്രശ്നം. എനിക്കൊന്നും വീട്ടിലുള്ള പുതിയ മെമ്പറിനെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നല്ലേ. ഈ വീഡിയോയിലായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ ഫോക്സിയാണ് കേട്ടോ. പേരിട്ടതും വിഷ്ണു ആണേ. ബ്ലാക്ക് എന്നെ വിട്ട് പോയിട്ട് ഏതാണ്ട് ഒരു 1.5 മാസം കഴിഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ശരിക്കും കാണാൻ ഫോക്സിനെ മാതിരി ഇല്ലേ, അതുകൊണ്ട് ഫോക്സിന്ന് വിഷ്ണുവിനെ പേരിട്ട കേട്ടോ. ഫോക്സി വീട്ടിൽ വന്ന ദിവസം തന്നെയാണ് വിഷ്ണുവിൻ്റെ അച്ഛനും നമ്മളെയൊക്കെ വിട്ടുപോയതും. അന്ന് തൊട്ട് വിഷ്ണു സ്വന്തം വീട്ടിലാണ്. അതുകൊണ്ട് ഫോക്സിയായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അവന് പറ്റിയിട്ടില്ല. അങ്ങനെ നിന്നപ്പോൾ അജിയോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ഒക്കെ വരാനുണ്ടായിരുന്നു. അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അപ്പൂപ്പനെയും കൊണ്ട് അകത്ത് കയറി കേട്ടോ. എന്നിട്ട് അപ്പൂപ്പനെ ടിവിയുടെ മുന്നിൽ ഇരുത്തിയിട്ട് ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇതൊക്കെ പൊട്ടിച്ച് നോക്കാമെന്ന് കരുതി. റീസെൻ്റായിട്ട് ഞാൻ 2 വർക്കിൻ്റെ മോക്ക് ഷൂട്ടിന് പോയിരുന്നു കേട്ടോ. 2ഉം സീരിയൽ വർക്ക് തന്നെയാണ്. 2നും സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊജക്റ്റ് ഓൺ ആവാനായിട്ട്, മീൻസ് സ്റ്റാർട്ട് ആവാനായിട്ട്, ടി വിയിൽ ടെലികാസ്റ്റ് ആവാനായിട്ടൊക്കെ, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവാനായിട്ടൊക്കെ ടൈം എടുക്കും. ഓരോ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് മേടിക്കുന്ന ഡ്രസ്സാണ്. റിയൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ്. സോ ഇൻ കേസ് വർക്ക് നടന്നില്ലെങ്കിലും എനിക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാം.
കുഴപ്പമില്ല. എത്ര നോക്കിയിട്ടുണ്ടെങ്കിലും അപ്പൂപ്പന് രാത്രി ഉറങ്ങാനേ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ ഇരുത്തിയാലൊക്കെ ഉറങ്ങിപ്പോകുന്ന അപ്പൂപ്പൻ. എന്തായാലും നടത്തിയതൊക്കെ കാര്യമായി. നേരെ ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് ഡ്രസ്സ് ഇട്ട് നോക്കുകയാണ്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും എനിക്കിഷ്ടമായി. ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഗൗണാണ് കേട്ടോ. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന 2 സാരീസും ഉണ്ട്. അതിൽ ഒരു സാരി ഞാൻ റിട്ടേൺ ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് ലൈലാക്ക് കളറാണ്. ഈ ഒരു കളറല്ല. എനിക്കൊന്ന് റാണി പിങ്ക് ആ ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഓൾറെഡി ഈ ഒരു ഷെയ്ഡിലുള്ള വേറെ പാറ്റേണിൽ വരുന്ന സാരീസ് എൻ്റെ അടുത്തുണ്ട്. സ്കാലോപ്പ് ബോർഡറൊക്കെയാണ് വരുന്നത്. പക്ഷേ എങ്കിൽ എനിക്കെന്തോ വേണമെന്ന് തോന്നിയില്ല. സോ ഞാൻ അതപ്പം തന്നെ റിട്ടേൺ കൊടുത്തു. പിന്നെ ഈ ഒരു വെൽവെറ്റ് മെറ്റീരിയലിൽ വരുന്ന സാരി ഉണ്ട്. ഇത് ബ്ലൗസ് മെറ്റീരിയലാണ്. ഇതിൻ്റെ സാരി നല്ല രസമുണ്ട്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത്. ഇത് കഴിഞ്ഞ് താഴെ ചെന്നപ്പോഴത്തേക്ക് കരിക്കെല്ലാം റെഡി ആയിരിപ്പുണ്ടായിരുന്നു. സോ ഞാൻ അതും എടുത്ത് കുടിച്ചു. അതിനകത്ത് കഴിക്കാനും ഉണ്ടായിരുന്നു. സോ അതും കഴിച്ചു. നോക്കിയപ്പോൾ അപ്പൂപ്പൻ വീണ്ടും ഉറക്കം. അങ്ങനെ വീണ്ടും അപ്പൂപ്പനൊന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് പുറത്തേക്ക് ഇറക്കി. അപ്പം കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അധികം വെയിലൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ എന്നാലും അധികം എൻ്റെ അടുത്ത് ബോഡി അനങ്ങരുത്, വെയിൽ കൊള്ളരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അപ്പൂപ്പനെ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്ത് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയായിരുന്നു. പ്ലസ് വിഷ്ണു വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഗേറ്റ് ഞാൻ ഒരു പാളിങ്ങനെ തുറന്നിട്ടിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ നടക്കുമായിരുന്നു. അപ്പൂപ്പൻ അപ്പുറത്ത് നടക്കുകയാണ്. 5 മിനിറ്റ് നടന്നിട്ട് ഞങ്ങൾ വീണ്ടും അകത്ത് കയറി. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന സിനിമ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സിനിമ ഓട്ടോമാറ്റിക്കലി പ്ലേ ആയിട്ടുണ്ട്. യൂട്യൂബിലായതിനെ കൊണ്ട് ഇങ്ങനെ നെക്സ്റ്റ് ഇൻ 5 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് തണലിൽ ഇത്തിരി നേരം, ഈ തണലിൽ ഇത്തിരി നേരം, അതായിരുന്നു അടുത്ത പടം. മമ്മൂക്കേൻ്റെയാണ്. സോ അത് എനിക്ക് തോന്നുന്നു കുറച്ച് നേരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സിനിമ കണ്ടങ്ങനെ തുടങ്ങി ഹായ് സൂപ്പർ എന്നും പറഞ്ഞ് ഞാനും അപ്പൂപ്പനും വളരെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാണാം ഒരാൾ വന്നു. ആ കബേർഡിൻ്റെ മിററിൽ കൂടെ എനിക്ക് കാണാം കേട്ടോ. അപ്പോൾ ബൈക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് വീലും കണ്ടു. അതേപോലെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കാണാം ബെറ്റി അവിടെ ഇങ്ങനെ വാലുമായിട്ട് കുണുങ്ങി നിൽക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ആരാന്ന്. വിഷ്ണു ആണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. വിഷ്ണു ഫുള്ളി കവേർഡായിട്ടാണ് കേട്ടോ. ടാൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഫുള്ളി കവേർഡായിട്ട് ഇങ്ങനെ വരികയാണ്. ഡെയിലി ഇപ്പം വിഷ്ണു വീട്ടിലേക്ക് വരാറില്ല കേട്ടോ. കാരണം വിഷ്ണുവിൻ്റെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ വണ്ടി അവൈലബിലിറ്റി അനുസരിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും വരും. ആസ് യൂഷ്വൽ വിഷ്ണു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടമുള്ളതേ ടി വിയിൽ ഇടും കേട്ടോ. റിമോട്ടൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ആശാൻ ചോക്ലേറ്റ് മൂവി ഇട്ടു. കുറേ ആയി അത് കണ്ടിട്ട്. അപ്പോൾ ആ മൂവി ഇട്ടേക്കാണ്. അത് കണ്ടോ മതി എന്നും പറഞ്ഞിട്ട്. ഇന്ന് വിഷ്ണു വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അക്വേറിയം ക്ലീൻ ചെയ്യലാണ്. കുറേ ആയി അക്വേറിയം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് അക്വേറിയം കഴുകാനായിട്ട് അറിയത്തില്ല. ഇതിൽ വെള്ളം കളയുക, പിന്നെ വെള്ളം നിറയ്ക്കാൻ എനിക്കറിയാം. പക്ഷേ ഈ വെള്ളം കളയാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ദിവസം കൊണ്ട് പറഞ്ഞാണ് വിഷ്ണു അതിന് വേണ്ടി വന്നത്. അക്വേറിയം ക്ലീൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടൂൾസൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഇതൊക്കെ എനിക്ക് അയച്ചു തരും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഓർഡർ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനതെല്ലാം ഓർഡർ ചെയ്ത് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും വിഷ്ണു വരുമ്പോഴായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ വിഷ്ണു ഓരോരോ പ്രോസസ്സാണ് കേട്ടോ. പുറത്തുനിന്ന് ഹോസ് പൈപ്പ് വലിച്ചെടുത്ത് നമ്മുടെ വീട്ടിനകത്തേക്ക് ഇടുകയാണ്. ആദ്യം അക്വേറിയത്തിലുള്ള ഫുൾ വെള്ളം കളയണം. എന്നിട്ട് വേണം ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യാനായിട്ട്. ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് ആ 3 മരുന്ന് ഞാൻ കാണിച്ചില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മീനുകൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. 3 മരുന്നിൽ ഒരെണ്ണം സ്ട്രെസ് ഹീലാണ്, പിന്നെന്തോ ക്ലിയർ വാട്ടർ, പിന്നെന്തോ അസുഖത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്ന്. ഞങ്ങൾക്ക് 2 കോഴിക്കാർപ്പിനെ, വലിയ 2 കോഴിക്കാർപ്പിനെ കിട്ടി ആദ്യം. പക്ഷെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിത്തിൻ ഒരു 2 ഡേയ്സ് മരിച്ചുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നീട് മീനുകളോട് വലിയ താല്പര്യമേ വന്നില്ല. കാരണം എനിക്ക് മനസ്സിലായി ഇവർ വളരെ ഷോർട്ട് ലൈഫാണ് ഉള്ളതെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു ഇനിയിപ്പം മീനിനെ മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം വിഷ്ണുവിന് ചെറുതിലെ തൊട്ടേ ഇങ്ങനെ അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. ഫിഷ് ബൗളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ മീനിനെയൊക്കെ വളർത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അപ്പം തൊട്ട് എനിക്ക് മീൻ വേണം എന്നും പറഞ്ഞ് അങ്ങനെയാണ് കുറച്ച് ചെറിയ മീനിനെയൊക്കെ മേടിച്ചിട്ട് പിന്നെ ഈ ഒരു അക്വേറിയമൊക്കെ മേടിച്ച് അങ്ങനെ പിന്നെ കുറേ മീനുകളൊക്കെ ആഡ് ചെയ്തു. ഇതൊന്നുമല്ല, ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല. ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോയി. ഇപ്പം ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ടൈം ആവും. അപ്പോഴത്തേക്ക് 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ കഴിക്കുവേ. എനിക്കൊരു 12:30 ആയപ്പോൾ തൊട്ട് നല്ല വിശപ്പുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ ആയി പോയോണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. വിഷ്ണുവിന് മേടിച്ച് വെച്ചൊരു ഓട്സിൻ്റെ പാക്കറ്റ് അവനെ കാണിക്കാനായിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ.
എന്നിട്ട് ഞാൻ പോയി ചോറൊക്കെ എടുത്തു. വിഷ്ണുവിനും ചോറെടുത്തു കേട്ടോ. ഇന്ന് ചീരത്തോരനുണ്ട്, ബീൻസ് തോരനുണ്ട്, തേങ്ങ ചമ്മന്തി ഉണ്ട്. ഇത്രയാണ് കേട്ടോ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ്. വീട്ടിൽ വരുമ്പോൾ സെയിം ഡയറ്റ് ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവും സെയിം എൻ്റെ ഫുഡ് തന്നെ കഴിക്കുന്നത്. പണ്ടത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ദേ പുതിയ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്വേറിയം ക്ലീനിങ് ഒക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം വിഷ്ണു തന്നെ സ്വന്തമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ലൈറ്റൊക്കെ ഇട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് സെറ്റ് അടിപൊളി ആയിരിക്കുന്നു. അക്വേറിയം അഴുക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വീണ്ടും ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ നേരെ മേളിൽ ചെന്നിട്ട് തുണിയൊക്കെ മടക്കി അലമാരയിൽ കൊണ്ട് വെച്ച്. അങ്ങനെ മേളിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് താഴെ ചെന്നപ്പോൾ ടി വിയിൽ ഇതാ കണ്ണാൻ തുമ്പി പോരാമോ പാട്ട് പ്ലേ ചെയ്തേക്കുന്നു. തയ്ക്കാൻ കൊടുത്ത കുറച്ച് തുണിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാനായിട്ട് വിഷ്ണുവിനെ പറഞ്ഞു വിട്ടു കേട്ടോ. ഇതാണ് പുതുതായിട്ട് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കേണ്ട ഇത്ര തുണികളുണ്ട്. 3 കവറിലാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചധികം ഡ്രസ്സൊക്കെ കുറേ മാസമായിട്ടുണ്ടാവും ഞാൻ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ട്. പക്ഷേ സ്റ്റിച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ ടൈലേഴ്സിനുള്ള ആ ഒരു ഡിമാൻഡ് കാരണം എൻ്റെ ഡ്രസ്സ് മാസങ്ങളായിട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ആ ചേച്ചീനെ വിളിച്ച് കെഞ്ചി ചേച്ചി പ്ലീസ് ചേച്ചി തരണേ ചേച്ചി എന്ന് പറഞ്ഞ് ഇപ്പം കിട്ടും. സോ ഡ്രസ്സ് മേടിക്കാനായിട്ട് വിഷ്ണു പോയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട് എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് ആപ്പിൾ. ആപ്പിൾ ഇനി നാളെയും കൂടിയേ ഉള്ളൂ, തീർന്നു പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് വിഷ്ണു വരും. സോ അത് കാരണം അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പം വിഷ്ണു ആപ്പിൾ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. സോ ഓൾട്ടർ ചെയ്ത് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സസൊക്കെ കിട്ടും. സോ കുറച്ച് ഇനിയും ഓൾട്ടർ ചെയ്യാനുള്ള ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു വിട്ടു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട. വിഷ്ണുവിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണ്ട, നീ തിരിച്ചു കൊണ്ടുപോവാ, അവിടെ നിന്ന് തരുന്നത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾട്ടർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ ഡ്രസ്സും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഓൾട്ടർ ചെയ്തൊക്കെ ഒന്ന് നോക്കിയാലോ. അങ്ങനെ മേളിൽ പോയിട്ട് ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കുർത്തിയാണ് കേട്ടോ. ഇത് പോക്കറ്റിൻ്റെ അവിടെ ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തതാ. പിന്നെ ഈ ഒരു ഗൗൺ മേടിച്ചിട്ട് ഇട്ടിട്ടേ ഇല്ല, സിബ് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അത് പുതുതായിട്ട് വെക്കാനായിട്ടും ഇതൊക്കെ ഓൾട്ടർ ചെയ്യാനായിട്ട് സൈഡ് അടിക്കാനായിട്ടും അങ്ങനെയൊക്കെ കൊടുത്ത ഡ്രസ്സസാണ് കേട്ടോ. എല്ലാം ലൂസാക്കാനോ ഒന്നെങ്കിൽ ടൈറ്റ് ആക്കാനോ മാസങ്ങളായിരുന്നു കേട്ടോ ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പർപ്പിൾ കളർ. പക്ഷെ അതേ ബാക്കിൽ പൊട്ടിപ്പോയി, ടൈറ്റായിട്ട് കീറിപ്പോയതാണ്. പക്ഷെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 2 years ബാക്കൊക്കെ മേടിച്ച ഡ്രസ്സസാണ് കേട്ടോ. ടൈറ്റ് ആയതിനെ കൊണ്ടൊക്കെ ഞാൻ ഇടാതെ ഇങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പം അതെല്ലാം ഓൾട്ടർ ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷം. PG ഡിപ്ലോമ ചെയ്യാൻ ട്രിവാൻഡ്രം പോയപ്പോൾ പേയിങ് ഗസ്റ്റായിട്ട് ഷെയർഡ് റൂമിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ചേച്ചി ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു കുർത്തി. പിന്നെ ഇതെല്ലാം മടക്കി അലമാരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമസോണിൽ നിന്ന് വരാനുള്ള ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ മീനിൻ്റെ ഫുഡ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുമായിരുന്നു. സോ അത് വന്നിട്ടുണ്ട്. ഇതൊരു 135 gram എന്തോ ഉണ്ട്. പിന്നെ എൻ്റെ മൊബൈലിന് ഒരു പുതിയ കേസ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിഷ് ഫുഡ് വെള്ളം ഒട്ടും കലക്കില്ല കേട്ടോ. ഫിൽറ്റർ ആണെങ്കിൽ എപ്പോഴും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും വേണ്ട. ഇതായിരുന്നു പുതിയ കേസും. ഇതെൻ്റെ എക്സിസ്റ്റിംഗ് ഞാൻ ഫോണിൽ ഇട്ടിരുന്ന കേസാണ്. വൈകിട്ട് 4 ആയപ്പോഴത്തേക്ക് കീ ഇടാമെന്ന് കരുതി. അപ്പം അതിന് എണ്ണ ചൂടാക്കുകയാണ്. എനിക്കും വിഷ്ണുവിനും കാലിൽ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം അത് കാരണം തന്നെ 2 പേർക്കും ഇത് പിടിക്കണം. സോ ആദ്യം വിഷ്ണു എടുത്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വിഷ്ണു ഇത് പിടിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് ചെയ്തു തന്നു. അപ്പം നമ്മുടെ ചോക്ലേറ്റ് മൂവി TV ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ എവിടെയാണ് എനിക്ക് ശരിക്കും കാലിന് വേദന ഉള്ളത്, ഹീലിൻ്റെ അവിടെയാണ് കേട്ടോ എനിക്ക് വേദന ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞ് ആ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ചൂട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ബെയറബിൾ ചൂടായിരിക്കണം കേട്ടോ. ഇതൊരു 1 hour വരെ നമുക്ക് ചെയ്യാം. പക്ഷേ കൂടിപ്പോൾ ഒരു 5 to 10 minutes അത്രയൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനെ വിഷ്ണു ചെയ്ത് തന്നെ മതിയാക്കിയിട്ട് ഞാൻ എൻ്റെ യൂഷ്വൽ സ്പോട്ടിൽ ഇരുന്നിട്ട് സ്വന്തമായിട്ട് ഇത് പിടിക്കാനായിട്ട് തുടങ്ങി. കാലൊക്കെ നല്ല ഗ്ലേസ്ഡ് ഡോണറ്റ് പോലെ ആയല്ലേ. ഇനി കുറച്ചു നേരം അനങ്ങാണ്ട് അങ്ങനെ തന്നെ ഇരിക്കണം. ഇത് കഴിഞ്ഞപ്പോഴാണ് മുന്നേ വിഷ്ണു മേടിച്ചുകൊണ്ട് വന്ന ആപ്പിളൊക്കെ ഞാൻ കണ്ടത്. അങ്ങനെ ഞാനത് പൊട്ടിച്ച് തുറന്നൊക്കെ വെച്ച് 4-4:30 ആയപ്പോൾ വീണ്ടും എനിക്ക് ആ ചൂർണം കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെയും വൈകിട്ടും കഴിക്കണം. അപ്പോൾ അത് കാരണം തന്നെ വെള്ളമൊക്കെ കുറച്ച് ചൂടാക്കി വെച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ രാവിലെ കഴിച്ചതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഞാൻ കഴിക്കുക. അപ്പൂപ്പന് കയ്പ്പെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അപ്പൂപ്പന് ജസ്റ്റ് ഒരു അരിഷ്ടം മാത്രമേ ഉള്ളൂ. ഈ 21 days ഓഫ് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു നമുക്ക് നോക്കാവേ.
ഈ കയ്പ്പ് വായിൽ തട്ടുമ്പോഴത്തേക്ക് അയ്യോ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ആപ്പിൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കഴിച്ചു. അതിൻ്റെ ബാക്കി ഇതേ വിഷ്ണുവും എടുത്ത് കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ മിന്ത്രയിൽ നിന്ന് വിഷ്ണുവിന് വേണ്ടി ഓർഡർ ചെയ്ത ഒരു ടീഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയി വീഡിയോ എടുക്കാൻ. ആ സോഫേൻ്റെ മേളിൽ കിടക്കുന്നുണ്ടോ ഒരു പ്ലെയിൻ ഒരു ടീഷർട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പൂപ്പൻ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതേ ടി വിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. എൻ്റെ തലയിലും എണ്ണയൊക്കെ തേക്കാനായിട്ട് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു. പോകുന്നതിന് മുന്നേ തലയിൽ എണ്ണ തേച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എണ്ണ തേക്കുന്ന സീൻസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്താണെന്നറിയത്തില്ല, എൻ്റെ കൈ കൊണ്ട് തലയിൽ തൊടുന്നത് എനിക്കിഷ്ടമേ അല്ല. ആരെങ്കിലും ചെയ്തു തന്നാൽ അത്ര സന്തോഷം. അങ്ങനെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് തന്ന് ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അത്രയും ടൈമും നല്ലോണം തടവിയൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1 hour ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ചിരുന്നു. 4:30 ആയപ്പോൾ ഞാൻ തലയിൽ എണ്ണ തേച്ചു. ഇനി ഒരു 5:30 വരെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കരിക്ക് അടുത്തത് വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചേരാൻ. അതിൽ കഴിക്കാനൊന്നും കിട്ടിയില്ല, പക്ഷേ കുടിക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ അതൊക്കെ കുടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് അപ്പൂപ്പനും ഞാനും കൂടി വൈകുന്നേരത്തെ നടത്തേക്ക് വേണ്ടി പുറത്തിറങ്ങി. വിഷ്ണു പോവുകയും ചെയ്തു. ടാറ്റയൊക്കെ തന്ന് അവൻ പോയി. പിന്നെ ഞാനും ഒപ്പനും കുറച്ച് നേരം നടന്നു. പിന്നെ നമ്മൾ അവിടെ സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ടി വിയുടെ മുന്നിൽ പോയിരുന്നു. കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ട് നേരെ ഞാൻ കുളിക്കാൻ പോയി. തലയൊക്കെ നല്ലോണം കുളിച്ചു. ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തലയിൽ എണ്ണമയം നല്ലോണം നിൽക്കും. ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് ഞാൻ വൈകിട്ടത്തെ കഷായം കുടിക്കേണ്ട ടൈമായി. സോ ഞാൻ അത് ഇടയ്ക്കൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ചൂടാക്കി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ചീത്തയാവും. ഇന്ന് ഇനി കഷായം കുടിക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് പെട്ടെന്ന് ഞാനങ്ങ് കുടിച്ച് തീർക്കുവാണ്. ഇനി കയ്പുള്ള മരുന്നൊന്നും ഇല്ല എന്ന് ആലോചിച്ച് ഒരു ചെറിയ സന്തോഷമൊക്കെ വന്നു മനസ്സിൽ. ഞാൻ മരുന്നെടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ ഫോക്സിയും ജിമ്പും കൂടിയിട്ട് ആ കൂട് കണ്ടുകൊണ്ട് കൂടാന്നേ. ഇത് ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് ഉണ്ടാക്കി, ഇവർക്ക് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയ കൂടാണ്. പൈസ പോയത് മാത്രം മെച്ചം. ഇതെന്തോ 4ാമത്തെ കൂടെന്തോ ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. 4ഉം ഫ്ലോപ്പായിരുന്നേ. ഫുള്ള് തുരുമ്പൊക്കെ ആക്കിയിട്ട് പട്ടിക്കുട്ടികൾ വെളുത്ത കളറാണെങ്കിലും അവരിപ്പോൾ തുരുമ്പ് കളറാണ്. വിഷ്ണു പോകുന്നതിന് മുന്നേ 9 മൂവി ഉണ്ടല്ലോ മലയാളം, പൃഥ്വിരാജിൻ്റെ, അതിട്ടിട്ടാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് മൂവി കാണുന്നത്. പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. മുടി എയർ ഡ്രൈ ചെയ്യണമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഈ ഒരു ഫാനിൽ നിന്നാണ് കേട്ടോ വീട്ടിൽ. അപ്പം അതിൻ്റെ അടിയിൽ കൊണ്ടിങ്ങനെ മുടി ഉണക്കാനായിട്ട് ഞാൻ നിൽക്കുക. എന്തെങ്കിലും ഒഴിച്ചുകറി കിട്ടുമെന്ന് ചോദിച്ചപ്പോഴാണ് എങ്കിൽ പിന്നെ രസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു വെറുംപുളി ഒരു രസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് എടുത്ത നമ്മുടെ ബീൻസ് തോരനും ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ രസവും കൂട്ടി നന്നായിട്ട് ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. കുറേ ദിവസമായി ഒഴിച്ചുകറിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രസം കിട്ടിയപ്പോൾ എന്താ ഒരു സന്തോഷം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വായൊക്കെ കഴുകി ടി വിക്കകത്ത് പുതിയൊരു സിനിമ ഇട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പ ഉറങ്ങില്ല കേട്ടോ. ഡേ ടൈമിൽ മാത്രമാണ് അപ്പൂപ്പൻ ഉറങ്ങുന്നത്. പിന്നെ അപ്പൂപ്പൻ്റെ ദേഹത്തൊക്കെ തേക്കാനായിട്ട് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് തേച്ചൊക്കെ കൊടുത്തു. ബാക്കി അപ്പൂപ്പനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും നടന്നില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഞാൻ നടക്കുകയാണ്. ഒരു 10 മിനിറ്റ് നടന്ന് കാണും. മുന്നേയൊക്കെ അപ്പൂപ്പൻ കഴിച്ചതിന് ശേഷം ആയിരിക്കും കേട്ടോ ഞാൻ കഴിക്കുന്നത്. പക്ഷേ എനിക്കിപ്പം ഈ പത്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വിശപ്പ് തോന്നും. അതുകൊണ്ട് നേരത്തെ ഞാൻ ഫുഡ് കഴിച്ച് കഴിയും. ഫുഡ് കഴിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് കഴിക്കാൻ ഒരു മരുന്നൂടെ ഉണ്ട്. പക്ഷെ അതത്ര കയ്പില്ല കേട്ടോ. അത് കമ്പാരിറ്റീവ്ലി മധുരം ഉണ്ട് കേട്ടോ. അരിഷ്ടമൊന്നുമല്ല, പക്ഷെ നെയ്യും ഒക്കെ ചേർന്നിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം. അടിപൊളി എന്നൊന്നും പറയാനൊക്കില്ല, എന്നാലും മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. അത് ഞാൻ അപ്പൂപ്പനും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പൂപ്പനെയും കൊണ്ട് ഞാൻ പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ബെറ്റിക്കുട്ടി കണ്ടോ അവിടെ സ്റ്റെപ്പിലിരിക്കുന്ന കണ്ടോ. അങ്ങനെ ഞങ്ങൾ ബെറ്റീനെയൊക്കെ നോക്കി ഞാനും അപ്പൂപ്പനും കൂടി എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബെറ്റിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണം. ബെറ്റി പിന്നെ കൈയെടുത്ത് നമ്മുടെ ദേഹത്ത് വെക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവൾക്ക് ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാൻ ചെരുപ്പിങ്ങനെ കാലിങ്ങനെ ചെരുപ്പിന്ന് ഊരിയിട്ട് ചുമ്മാ അവളുടെ മേത്ത് വെച്ചതേ ഉള്ളൂ, ചവിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഇരിക്കും. ചൊറിഞ്ഞ് കൊടുക്കും എന്ന് അവളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ ഞാൻ ചൊറിയത്തില്ല, പറ്റിച്ചിട്ട് ഞാൻ ഓടും. അപ്പൂപ്പൻ അവിടെ തകൃതിയായിട്ട് നടക്കുക. അപ്പോഴാണ് ഞാൻ ബെറ്റീനെയും കൊഞ്ചിപ്പിച്ച് ഇങ്ങനെ നിൽക്കണേ. അപ്പം എൻ്റെ ഒരു ഫുൾ ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത്രയാണ് എൻ്റെ ഒരു ഫുൾ ഡേ. വീട്ടിലിരിക്കുന്ന ദിവസം, അതേപോലെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയതിനെ കൊണ്ട് വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല.
വർക്ക് ചെയ്യാത്ത ദിവസങ്ങളൊക്കെ കൂടുതലും ഞാൻ വീട്ടിൽ ഇതേപോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെ കൊണ്ട് ഈ കഷായം മരുന്നെടുക്കൽ, ഫുഡിലുള്ള കൺട്രോളൊക്കെ ഉള്ളൂ. സോ അപ്പൂപ്പനും ഞാനും തിരിച്ച് വീട്ടിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂപ്പനും ഇതേപോലെ മരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ അപ്പൂപ്പനും കൊടുത്തു. ഒരു 9, 9:30 ആയപ്പോഴത്തേക്ക് കിടക്കാനായിട്ട് പോയി. അതിനു മുന്നേ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് ഒരു വട്ടം കൂടി ഫുഡ് കൊടുക്കാമെന്ന് കരുതി ഈ ടിന്നിലുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ ഫുഡും ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തു. എന്നിട്ട് പുതിയ ടിന്ന് ഞാൻ പൊട്ടിച്ച് വെക്കുകയും ചെയ്തു നാളത്തേക്ക് കൊടുക്കാനായിട്ട്. കുറച്ചു നേരം മീനിനൊക്കെ നോക്കിയിരുന്നിട്ട് അപ്പൂപ്പനെയും കിടത്തിയിട്ട് ഞാൻ റൂമിൽ പോകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.